ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് വായിക്കാം. ഫിലേമോൻ എഴുതിയ ലേഖനം 10-ാം വാക്യം നമുക്ക് വായിക്കാം. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാവുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. തടവിലിരിക്കുമ്പോൾ, ഞാൻ ബന്ധസ്ഥനായിരിക്കുമ്പോൾ ഒനേസിമോസും അവിടെ തടവിൽ വരികയുണ്ടായി. അങ്ങനെ തടവിലിരിക്കുമ്പോൾ ഞാൻ ഒനേസിമോസിനെ ഞാൻ വീണ്ടും ജന്നത്തിലേക്ക് നയിച്ചു. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു എന്നോട് അപേക്ഷിക്കുന്നത്. ഫിലേമോന് പൗലോസ് എഴുതുകയാണ്. അവൻ നിൻ്റെ അടിമയാണ്, ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷേ അവനിപ്പോൾ എൻ്റെ മകനാണ്, എൻ്റെ മകനാണ്. അവൻ നിൻ്റെ അടിമയായിരുന്നു. റോമൻ സർക്കാരിന് മുമ്പിൽ അവൻ കുറ്റവാളിയാണ്. അവൻ സമൂഹത്തിന് മുമ്പിൽ മാന്യതയില്ലാത്തവനാണ്, ശരിയാണ്. പക്ഷേ അവൻ എൻ്റെ മകനാണ്. അവൻ വീണ്ടും ജനിച്ചു. പഴയ മനുഷ്യനായിരുന്നപ്പോൾ അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു. പഴയ മനുഷ്യനായിരുന്നപ്പോൾ അവൻ പ്രിയനല്ലായിരുന്നു. പഴയ മനുഷ്യനായിരുന്നപ്പോൾ അവൻ പ്രയോജനമില്ലാത്തതെന്ന് മാത്രമല്ല, അവൻ ഉപദ്രവകാരിയായിരുന്നു. പഴയ കാലത്ത് അവൻ മോഷ്ടാവായിരുന്നു. പഴയ കാലത്ത് അവൻ കുറ്റവാളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ എൻ്റെ മകനാണ്. എൻ്റെ മകൻ, എൻ്റെ മകനായ ഒനേസിമോസ്. ഒനേസിമോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രോഫിറ്റബിൾ എന്നാണ്. പ്രോഫിറ്റബിൾ, ഒനേസിമോസ്, ആ വാക്കിൻ്റെ അർത്ഥമുണ്ട്, ആ പേരിന് അർത്ഥമുണ്ട്. പ്രോഫിറ്റബിൾ, അതായത് പ്രയോജനമുള്ളവൻ. പ്രോഫിറ്റുള്ളവൻ, ലാഭമുണ്ടാക്കുന്നവൻ, ലാഭം വരുത്തുന്നവൻ, നന്മയുള്ളവൻ, പ്രോഫിറ്റബിൾ. ഈ ഒനേസിമോസ് ഫിലേമോൻ്റെ അടുക്കൽ അടിമയായി എന്ന കാലത്തും ഈ ഫിലേമോൻ്റെ പേരിനൊരു അർത്ഥമുണ്ട്. അഫെക്ഷനേറ്റ്, എന്താണ്? സ്നേഹമുള്ളവൻ, അഫെക്ഷനേറ്റ്, വാത്സല്യമുള്ളവൻ. ഫിലേമോൻ എന്ന വാക്കിനും പേരുണ്ട്. അന്നൊക്കെ പേരുകൾക്ക് അർത്ഥം ഉണ്ടായിരുന്നു. ഇന്ന് ആരും അതൊന്നും ശ്രദ്ധിക്കാറില്ലെന്ന് തോന്നുന്നു. പേരുകൾക്ക് അർത്ഥമുണ്ടോ, അർത്ഥമുള്ള പേരാണ് ഇടുന്നത്. ചില അക്ഷരങ്ങൾ എഴുതും, എന്തെങ്കിലും ചില അക്ഷരങ്ങൾക്ക് എഴുതും അർത്ഥമില്ലാത്ത പേരുകൾ. എന്നാൽ ചിലർ വേദപുസ്തകത്തിൽ ചില പേരുകൾ മക്കൾക്ക് ഇടാറുണ്ട്, നല്ലത്. പക്ഷേ നല്ല പേര് കിട്ടിയെന്ന് പ്രയോജനമില്ലല്ലോ. നല്ല പേര് കിട്ടിയെന്ന് പറഞ്ഞാലും എന്ത് പ്രയോജനം? ഈ മലയാള സാഹിത്യത്തിൽ ചിരിയും ചിന്തയും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ചിരിയും ചിന്തയും എഴുതിയത് ഇ വി കൃഷ്ണപിള്ള. ആ പുസ്തകത്തിൽ അദ്ദേഹം പേരുകളെക്കുറിച്ച് പറയുന്നുണ്ട്. സുകേശിനി, അദ്ദേഹം അല്പം ഹാസ്യാത്മകമായിട്ട് പറയുന്നത്. സുകേശിനി എന്താ വാക്കിൻ്റെ അർത്ഥം അറിയാമോ? നല്ല തലമുടിയുള്ളവളെന്ന്. തലമുടി ഒട്ടും കാണുകയില്ല, പക്ഷേ നല്ല തലമുടിയുള്ളവളെന്ന പേരിന് ഒരു ബന്ധമില്ല. അംബുജാക്ഷി, താമര ഇതൾ പോലെ മനോഹരമായ കണ്ണോട് കൂടിയവൾ, ഒട്ടുമായിരിക്കില്ല. നീലോൽപ്പലാക്ഷി, നീലോൽപ്പലം പോലെ മനോഹരമായ കണ്ണുള്ളവൾ. അല്ലെങ്കിൽ സുമതി, നല്ല നല്ല ഹൃദയമുള്ളവൾ, നല്ല ബുദ്ധിയുള്ളവൾ, സുമതി. അർത്ഥമുള്ള പേരുകൾ ഇടുന്നത് നല്ലതാണ്. അർത്ഥമുള്ള പേരേതുമാകട്ടെ. ഒരുപക്ഷെ അർത്ഥമില്ലാത്ത പേരാണോ ഇട്ടത്, കാരണവന്മാരിട്ടത്, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ നമുക്കൊരു വീണ്ടും ജന്മം വേണം. വീണ്ടും ജന്മം. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാവുന്നു ഞാൻ അപേക്ഷിക്കുന്നത്. തടവിൽ വെച്ച് ഒരു വീണ്ടും ജന്മം നടന്നു. ഈ ചെറുപ്പക്കാരൻ ഒനേസിമോസ്, അടിമ യുവാവ്, അവൻ തടവിലിരിക്കുമ്പോൾ അവൻ ഒരു പുതുജന്മം അനുഭവിച്ചു. പഴയ ആളങ്ങനെ തന്നെ, പഴയ മുഖം അങ്ങനെ തന്നെ, പഴയ കണ്ണ്, മൂക്ക്, നാവ്, കാതുകൾ, കാല്, അവയവങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ അകത്തൊരു വീണ്ടും ജന്മം നടന്നു. അകത്തൊരു വീണ്ടും ജന്മം. അത് വീണ്ടും വീണ്ടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു വിഷയമാണത്. വീണ്ടും ജന്മം. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചുവോ? പുതുതായി ജനിച്ചുവോ? ഒരപ്പൻ്റെയും അമ്മയുടെയും മകനോ മകളോ ആയി നാം ഈ ഭൂമിയിൽ ജനിച്ചു, ശരിയാണ്. ഇത്രയും വർഷം നാം ജീവിച്ചു. എന്നാൽ നമ്മുടെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചതിൻ്റെ പ്രതിമപ്രകാരം പുതുമനുഷ്യനെ നാം ധരിച്ചുവോ? പുതിയ മനുഷ്യനായി തീർന്നുവോ? അപ്പൻ്റെയും അമ്മയുടെയും മകനോ മകളോ ആയി ജനിച്ചതിന് ശേഷം അപ്പൻ്റെയും അമ്മയുടെയും ആ രക്തബന്ധത്തിൽ കൂടി വരുന്നതായ സ്വഭാവങ്ങൾ നമുക്കുണ്ടായി. അപ്പൻ ഒരുപക്ഷെ കോപിക്കുന്ന അപ്പനാണെങ്കിൽ മകനും കോപിക്കുന്നു. അപ്പൻ ഒരുപക്ഷെ അശ്രദ്ധ ജീവിതം നയിക്കുന്നയാളാണെങ്കിൽ മകനും അശ്രദ്ധ ജീവിതത്തിലേക്ക് പോകുന്നു. അമ്മ ഭയങ്കരമായി വാശി പിടിക്കുന്ന ഒരാളാണെങ്കിൽ മോളും അവനും അതേപോലെ വാശി പിടിക്കുന്നതിനായി തീരുന്നു. മാതാപിതാക്കളിൽ നിന്ന് വരുന്നതായ ആ രക്തബന്ധത്തിൽ കൂടി കടന്നു വരുന്നതായ ജനറ്റിക്, ജന്മം മുതലുള്ളതായ ചില വ്യത്യാസങ്ങൾ, സ്വാഭാവികമായ ചില വ്യതിയാനങ്ങൾ. എന്നാൽ ഇങ്ങനെ മാതാപിതാക്കളുടെ മകനോ മകളോ ആയി ജനിച്ച നാം ഓരോരുത്തരും നാം വീണ്ടും ജനിക്കണം. പണ്ഡിതനായ നിക്കോദിയോസിന് മനസ്സിലായില്ല വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞത്. യോഹന്നാന് ശേഷം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കൂ. ഒരിക്കൽ രാത്രി നിക്കോദിമോസ് എന്ന് പറയുന്ന
പണ്ഡിതനും ശാസ്ത്രീയമായ ഒരു ഉന്നത മനുഷ്യൻ നിക്കോദിമോസ് കർത്താവിൻ്റെ അടുക്കൽ ചെന്നു. രഹസ്യമായിട്ട് ചെന്നത്. പരസ്യമായിട്ട് ചെന്നാൽ നാട്ടുകാരെന്ത് പറയും? അതുകൊണ്ട് സന്നിധി സംഘത്തിൽ ഒരു അംഗം പോയി യേശുവിനെ കാണാൻ പോയി. ഇതിൽ പരം മോശം എന്തുള്ളൂ? അവനും പോയി ആ കൂട്ടായ്മയിലേക്ക്. അപ്പോൾ പള്ളിയിലെ കമ്മിറ്റിക്കാർക്കെല്ലാം ദേഷ്യമാകും, അഭിപ്രായ വ്യത്യാസമാകും. പിന്നെ വേണമെങ്കിൽ പള്ളിയിൽ നിന്ന് മുടക്കാൻ കൽപ്പന പുറപ്പെടുവിക്കും. അങ്ങനെയൊക്കെയാണല്ലോ ഇക്കാലത്ത് നടന്നു വരുന്നത്. ഈ നിക്കോദിമോസ് അതുകൊണ്ട് രഹസ്യമായിട്ടാണ് കാണാൻ പോയത്. വൈകും. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. നീ യഹൂദന്മാരുടെ ഉപദേഷ്ടാവാണ്, നീ ന്യായശാസ്ത്രിയാണ്, നീ പണ്ഡിതനാണ്. ഇതൊക്കെ ഇരിക്കട്ടെ, പക്ഷേ നീ വീണ്ടും ജനിക്കണം. നീ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തെത്തുകയില്ല. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. സഹോദരങ്ങളെ, ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ വീണ്ടും ജനനം അനുഭവിച്ചുവോ? പഴയ മനുഷ്യൻ മരിച്ചുവോ? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കാം. ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. എഫേസോസിലെ ക്രിസ്ത്യാനികളോട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ പുതുതായി ജനിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണത്? നിങ്ങൾ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന, ചതിവും മോഹവും ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ, പുതിയ മനുഷ്യനായിക്കൊള്ളുവീൻ. മുമ്പ് ചതിയും മോഹവും എല്ലാം ഉള്ള മനുഷ്യൻ അതെല്ലാം ഉപേക്ഷിക്കണം. എല്ലാം ഉരിഞ്ഞു കളയാനാണ് അപ്പോസ്തലൻ പറയുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കൂ. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനികളുടെ പേരുണ്ടെന്നേ ഉള്ളൂ. മത്തായി എന്നോ മറിയാമ്മയെന്നോ എന്തെങ്കിലുമൊക്കെ പേരുണ്ട്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നാം ഒരു പുതിയ സൃഷ്ടിയായി തീരണം. അതിന് നാം മറ്റെങ്ങും പോകേണ്ട ആവശ്യമില്ല. വേറൊരു പുതിയ കർമ്മപരിപാടികളിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഒരേ ഒരു കാര്യം, ഉള്ളിലെ ആത്മാവ് സംബന്ധമായിട്ട് പുതുക്കം പ്രാപിക്കണം. അകത്താണ് പുതുക്കം, പുറമേ ഒന്നുള്ളതല്ല. അകത്ത് പുതുക്കം വന്നാൽ പുറമേ വരേണ്ടതെല്ലാം വന്നുകൊള്ളും. ഹൃദയം ശുദ്ധമായി തീർന്നാൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം വിശുദ്ധമായി തീരും. അകം പുതുതായി തീരണം. അകം പുതുതായി തീർന്നിട്ടുണ്ടോ? ഗൗരവമായി നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ലെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം കാണണമോ? കടക്കുന്നു പോകട്ടെ, കാണണമോ? അതുപോലും സാധിക്കില്ല. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഞാനൊരു പുതിയ സൃഷ്ടിയായോ? ഞാനൊരു പുതിയ മനുഷ്യനായോ? എൻ്റെ കോപ സ്വഭാവം മാറിയോ? എൻ്റെ വഴക്കിടുന്ന സ്വഭാവം മാറിയോ? എൻ്റെ അതിമോഹങ്ങൾ മാറിയോ? എൻ്റെ ജഡമോഹങ്ങൾ മാറിയോ? എൻ്റെ ജഡിക ഇച്ഛകൾ മാറിയോ? എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിലുള്ള ഈർഷ്യയും പകയും വിദ്വേഷവും എന്നിൽ നിന്ന് മാറി കിട്ടിയോ? എല്ലാവരെയും മാനിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ എതിരാളികളെ പോലും മാനിക്കാനും സ്നേഹിക്കാനും എനിക്ക് കഴിയുന്നുണ്ടോ? എനിക്ക് ഉപദ്രവം ചെയ്തവരെ പോലും മാനിക്കാനും സ്നേഹിക്കാനും എനിക്ക് കഴിയുന്നുണ്ടോ? എന്നെ തരം താഴ്ത്തിയവരെ പോലും മാനിക്കാനും സ്നേഹിക്കാനും എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ സ്വഭാവം മാറിയോ? ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചിന്തിക്കാം. ആരോടും പിന്നെ കലുഷിത ഉണ്ടാവുകയില്ല. മാറിയെങ്കിൽ പിന്നെ ആരോടും വഴക്കുണ്ടായിരിക്കുകയില്ല, ആരോടും പിണക്കമുണ്ടായിരിക്കില്ല. ഹൃദയത്തിൽ നിർമ്മലമായ സ്നേഹം മാത്രമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, അങ്ങനെയുള്ള അനുഭവം ഉണ്ട്. ആ അനുഭവം ഉള്ളവർ അവർ പറഞ്ഞു തരുന്നത് നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതി. അനുഭവം ഉള്ളവരുണ്ട്. എന്തു വലിയ അഹംഭാവിയായിരുന്നു സെൻറ്റ് പോൾ. ശൗൽ വരോടുകൂടി ജീവിച്ച ആ ആദ്യകാലത്ത് വലിയ അഭിമാനത്തോടെയാണ് എല്ലാം കണ്ടിരുന്നത്. പഠിത്തത്തെക്കുറിച്ച് അഭിമാനം, തൻ്റെ പ്രൊഫസറായ ഗമാലിയലിനെക്കുറിച്ച് അഭിമാനം, ഹീബ്രു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അഭിമാനം, തൻ്റെ സന്നിധി സംഘത്തിലെ മെമ്പർഷിപ്പിനെക്കുറിച്ച് അഭിമാനം. പക്ഷേ അതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി എല്ലാം ഉപേക്ഷിച്ചു. ഒരിക്കലും തൻ്റെ വിജ്ഞാനം ജനസമൂഹത്തിന് മുമ്പിൽ പ്രസ്താവിച്ചില്ല, കാണിച്ചില്ല. ശ്രദ്ധിച്ചാൽ കാണാം, പൗലോസ്ലീഹയുടെ പ്രസംഗങ്ങളോ പുസ്തകങ്ങളോ വായിച്ചാൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനമൊന്നും അതിനകത്ത് കാണുകയില്ല.
ലോകത്തിൻ്റെ അറിവും പാണ്ഡിത്യവും ജ്ഞാനവും എല്ലാം അപ്പോസ്തലൻ നിസ്സാരമായിട്ട് കണ്ടു. അപ്പോസ്തലൻ ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെ അത് എല്ലാം തിരസ്കരിച്ചു. അതൊന്നും അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കണം, ഒരു പുതിയ മനുഷ്യൻ, ഒരു ശിശുവായി ജീവിക്കണം. ഒരു ശിശുവായി, അകത്തെ ഒരു ശിശു, പുറമേ അല്ല, അകത്തൊരു ശിശുവായി ജനിക്കണം. സഹോദരങ്ങളെ, ആ വീണ്ടും ജനം നാം പ്രാപിച്ചുവോ? ചിന്തിച്ച് നോക്കൂ. ഞാൻ ആ വീണ്ടും ജനം പ്രാപിച്ചുവോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ വീണ്ടും ജനം കിട്ടിയത് 17-ാമത്തെ വയസ്സിലാണ്. 17-ാമത്തെ വയസ്സിൽ ഞാൻ നിങ്ങളിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പള്ളിയകത്തിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ആഞ്ഞടിച്ചു. ക്രിസ്തുവിൻ്റെ വചനം അതിൻ്റെ ഹൃദയത്തെ പിളർന്നു. ദുഃഖിതനും നിരാശനും അനാഥനുമായി ഞാൻ അവിടെ ചെന്നിരുന്നു. നിരാശയായിരുന്നു എൻ്റെ ആകത്തുക. അപകർഷതാബോധം കൊണ്ട് വലഞ്ഞവനായിരുന്നു ഞാൻ. പക്ഷേ അന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ എൻ്റെ ഉള്ളു പിളർന്നു. അന്നെനിക്കറിയാം ഒരു വലിയ മാറ്റം എനിക്കുണ്ടായി. പുറമേയുള്ള മാറ്റങ്ങളൊന്നുമല്ല, അകമേ ഒരു മാറ്റം ഉണ്ടായി. ഞാൻ അവിടെ ഇരുന്ന് ഏങ്ങളടിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. ഉറപ്പായിരുന്നു, നല്ല ഉറച്ച തീരുമാനമാണ്. എന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കാര്യം എന്തൊരു മഹാഭാഗ്യമായിപ്പോയി. അന്ന് കർത്താവേ ഞാൻ നിൻ്റെ വകയെന്ന് പറയാനിടയായതും തീരുമാനം എടുക്കാനിടയായതും എന്തൊരു ഭാഗ്യമായിപ്പോയി. കർത്താവേ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇനി മുതൽ എൻ്റെ കർത്താവിനെ മാനിച്ച് ഞാൻ ജീവിക്കും, ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. ദൈവസന്നിധിയിൽ അവിടെ ഇരുന്ന് പറഞ്ഞു. എന്തൊന്നില്ലാത്ത സമാധാനം എൻ്റെ ഹൃദയത്തിൽ ഇരച്ച് കയറി. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷവും പിന്നെയും ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതം മുഴുവനായി പിന്നെയും ഓരോന്നോരോന്നായി ഞാൻ എടുത്തെടുത്ത് കർത്താവിന് കൊടുത്തു. എല്ലാം മുഴുവൻ അങ്ങോട്ട് കൊടുത്തു. എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ആകുലങ്ങളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ ഭാരങ്ങളും എൻ്റെ ഉള്ളിലെ കരച്ചിലുകളും എല്ലാം യേശുവിൻ്റെ ഭാഗത്തിലേക്ക് വെച്ചു. എനിക്കുണ്ടായെന്ന് ഞാൻ കരുതിയിരുന്നതായ എനിക്കുള്ളതായ എല്ലാ വിഭവങ്ങളും, എൻ്റെ വീട്, എൻ്റെ സൗകര്യങ്ങൾ എല്ലാം ഞാൻ കൊടുത്തു കർത്താവിൻ്റെ കരങ്ങളിലേക്ക്. ഇന്നും ആ ഒരു സൗഭാഗ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അന്ന് കൊടുത്തു എന്നതിൻ്റെ സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അന്ന് കൊടുത്തത് നിസ്സാരമായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്കാണ് ജീവിതം കൊടുത്തത്. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തപ്പോൾ കർത്താവ് ഏറ്റുവാങ്ങി. എനിക്ക് നല്ല ഉറപ്പായി. യേശു ക്രിസ്തു ഏറ്റുവാങ്ങി. മാമോദിസായിലെ നാം പറയാറുണ്ടല്ലോ, സാത്താനെ ഉപേക്ഷിക്കുന്ന മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നെന്ന്. നമുക്ക് വേണ്ടി തലമുട്ടപ്പനോ പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാമോദിസായിൽ എന്തു പറഞ്ഞുവോ അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കിയെടുത്തു, മീനിങ് ഫുള്ളാക്കി. ഒരിക്കൽ പറഞ്ഞത്, സാത്താനെ ഉപേക്ഷിക്കുന്നെന്ന് പറഞ്ഞത്, അത് എൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കിയെടുത്തു. അതന്ന് അനുഭവമായി തീർന്നു. വലിയ ഭാഗ്യമായിപ്പോയി, വലിയൊരു സൗഭാഗ്യമായിപ്പോയി. യേശുക്രിസ്തുവിനെ രക്ഷകനകർത്താവായി സ്വീകരിക്കുക എന്നുള്ളത് മഹാഭാഗ്യമായിപ്പോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും സംശയിക്കേണ്ട. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോട് പറയാം, അരികത്ത് വന്നിരിക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾക്ക് രഹസ്യമായി പറയാം, കർത്താവേ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഞാൻ നിന്നോടൊരു വാക്ക് പറയുകയാണ്. കർത്താവേ, ഞാൻ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സൃഷ്ടി, ഞാൻ നിൻ്റെ പുതിയ സൃഷ്ടി. ഇന്നു മുതൽ ഞാൻ നിൻ്റെ മകൻ, നിൻ്റെ മകൾ. യേശുവേ, ഇന്നു മുതൽ ഞാൻ വിശുദ്ധിയുടെ ഒരു വക്താവായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. വിശുദ്ധിയുടെ പ്രവാചകനായി ഞാൻ ഓടി നടക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറയാം, ദൈവത്തോട് പറയാം, കർത്താവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. പഴയതെല്ലാം തീർന്നു, എല്ലാം തീർന്നു. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. എല്ലാം മാറ്റി ഞാൻ പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്നു. പഴയ കോപമോടെ ഇപ്പോൾ വരുന്നില്ല. പഴയ വാശിയോടെ ഇപ്പോൾ തോന്നുന്നില്ല. പഴയ വൈരാഗ്യമോടെ അതൊന്നും അടുത്തേക്ക് അടുക്കുന്ന പോലുമില്ല. പഴയ മുഷിച്ചിലോ ഈർഷ്യയോ ഹൃദയത്തിലുണ്ടാകുന്ന പിണക്കമോ അകത്തുള്ളതായ ചിതരയോ ഒന്നും അടുക്കളേക്ക് വരുന്നില്ല. എല്ലാം ഓളങ്ങളുടെ മീതെ ചെറുവെള്ളം പോകുമ്പോൾ പോലെ ഓളങ്ങളുടെ മീതെ അങ്ങ് പോകുന്നു. ഓളങ്ങളുണ്ട്, പക്ഷെ ഒന്നും സ്പർശിക്കുന്നില്ല. ഓളങ്ങളുടെ മീതെ ചെറിയ ഈ വള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെട്ടു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ നമുക്ക് വെറുക്കാൻ സാധിക്കും. കൊള്ളരുതാത്ത ബന്ധങ്ങൾ, അശുദ്ധമായ ജീവിതങ്ങൾ, ഇത് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ തോറ്റിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ അവയവങ്ങളിൽ നിങ്ങൾ എന്തെല്ലാമാണ് തെറ്റുകൾ സംഭവിച്ചു പോയിരിക്കുന്നത്. ഓരോ അവയവങ്ങൾ കൊണ്ടും എന്തെല്ലാം തെറ്റുകളാണ് ചെയ്തു പോയത്. എണ്ണിയൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇപ്പോഴല്ല, നിങ്ങൾ പിന്നെ ഇരുന്ന് കണ്ടുപിടിക്കണം. എന്തെല്ലാമാണ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം കണ്ടു. നീ എവിടെയെല്ലാം നോക്കാൻ ആഗ്രഹിച്ചു. എൻ്റെ കർത്താവേ, ഈ കണ്ണ് എന്തെല്ലാമാണ് വായിച്ചു പോയത്. ഈ കണ്ണുകൊണ്ട് ഞാൻ എന്തെല്ലാം ചിത്രങ്ങളാണ് കണ്ടുപോയത്. ഈ കണ്ണ് ഏതെല്ലാം ചിത്രങ്ങൾ കാണാനാണ് ഞാൻ മോഹിച്ചു പോയത്. എൻ്റെ കർത്താവേ, കൺമോഹം. എൻ്റെ കർത്താവ്, ഈ ജഡത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ടും, എൻ്റെ കൈ കൊണ്ട്
എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ ചുണ്ടുകൊണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ തലച്ചോറ് കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ഹൃദയം കൊണ്ട്, എൻ്റെ ആഗ്രഹം കൊണ്ട്, എൻ്റെ മോഹം കൊണ്ട് എന്തെല്ലാം തിന്മകളെ വന്നുപോയത് ഓരോന്ന് ചിന്തിക്കാം. എല്ലാം എടുത്ത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരാം. എല്ലാം ഈ ബലിവേദിയിൽ അർപ്പണം ചെയ്യാം. ക്രൂശിൻ്റെ ബലിവേദിയിൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ക്രൂശിൻ്റെ ബലിവേദിയിൽ, ക്രൂശിൻ്റെ ബലിപീഠത്തിങ്കൽ, ക്രൂശിൻ്റെ ചുവട്ടിലേക്കെല്ലാം കൊണ്ടുവരാം. ഗോകുൽത്തായിലെ ക്രൂശിൻ്റെ അർത്ഥം അതാണ്. കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു, അതുപോലെ തന്നെ ഞാനിതാ എന്നെ തന്നെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുന്നു. പഴയ മനുഷ്യൻ ഇതാ ക്രൂശിക്കപ്പെടുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാൻ പുതിയ മനുഷ്യനായി ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നു. സ്തോത്രം. ഇതാണ് ക്രിസ്തീയ ജീവിതം. അതില്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ല. പേരുകൊണ്ട് എന്ത് പേര് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും പേര് പറയുന്നു. പക്ഷേ ആ പേരിനൊന്നും ഒരർത്ഥമില്ല. നിങ്ങൾ ക്രിസ്ത്യാനിയായോ, ക്രിസ്തീയ വിശ്വാസത്തിലൊന്നോ? നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, ശരി, സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഓക്കെ, നല്ലത്. നിങ്ങൾ മർത്തമറിയമ്മനെ സമാജം നടത്തുന്നുണ്ട്, യൂത്ത് അസോസിയേഷനിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു പുതിയ സൃഷ്ടിയായോ? ഇല്ലെങ്കിൽ പാഴായിപ്പോയില്ലേ ജീവിതം? നഷ്ടപ്പെട്ടു പോയില്ലേ ജീവിതം? ജീവിതം പോയിപ്പോയില്ലേ? എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം? മനോഹരമായ പെരുന്നാളുകളുണ്ട്, നല്ല റാസകളുണ്ട്, പെരുന്നാളിനുള്ള വെടിപടക്കങ്ങളെല്ലാം ഉണ്ട്, എന്തെല്ലാം ആഘോഷങ്ങളാണുള്ളത്, എല്ലാം ഉണ്ട്. എന്ത് പ്രയോജനം പ്രിയപ്പെട്ടവരെ? എന്ത് പ്രയോജനം? ഇതുകൊണ്ട് ആത്മാവിന് എന്ത് കിട്ടുന്നുണ്ട്? എൻ്റെ ആത്മാവ് പുതുതായി ജനിച്ചില്ല എങ്കിൽ ഞാൻ ദൈവരാജ്യം കാണുകയില്ലല്ലോ. പുതുതായി ജനനം. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാവുന്നു ഞാൻ അപേക്ഷിക്കുന്നത്. അവൻ എൻ്റെ പ്രിയ മകനാണ്, എൻ്റെ മകനാണ്. അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ പ്രയോജനമുള്ളവനാണ്. അവൻ പ്രിയനല്ലായിരുന്നു, ഇപ്പോൾ പ്രിയനാണ്. അവൻ എൻ്റെ മകനാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം നോക്കൂ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്താണ് സാക്ഷ്യം പറയാൻ പോകുന്നത്? ഇന്ന് നമ്മെക്കുറിച്ചൊരു നല്ല സാക്ഷ്യം പറയുമോ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളം കണ്ടുകൊണ്ട് പറയുമോ, ഇവൻ എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച എൻ്റെ പ്രിയ മകൻ? പറയുമോ? പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് പറയുമോ, ഇവൾ അവളുടെ ജീവിതം എനിക്കായിട്ട് ഒഴിഞ്ഞു വെച്ച എൻ്റെ പ്രിയ ദാസി? പറയുമോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ മകൾ പറയുമോ? ഈ ലോകത്ത് നിങ്ങൾക്ക് ഭൂമിയിൽ അപ്പനില്ലായിരിക്കും, ഈ ലോകത്ത് ഒരു പക്ഷേ അമ്മയില്ലായിരിക്കും, ഈ ലോകത്ത് നിങ്ങൾക്ക് ഭർത്താവില്ലായിരിക്കും, പലതും ഇല്ല. നിങ്ങൾക്ക് കടമുണ്ടായിരിക്കും, നിങ്ങൾക്ക് വലിയ വേദനാ വിഷയങ്ങൾ പലതും ഉണ്ടായിരിക്കും, ആകുലങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും, ഉള്ളിൽ ഒതുക്കുന്നതായ വേദനകൾ പലതും ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ആരോടും പറയാൻ പറ്റാത്ത ചില വേദനകൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉള്ളു തുറന്ന്, യേശുവേ, ഞാൻ ഈ ആയിരിക്കുന്ന പ്രകാരം എന്നെ നിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വയ്ക്കുകയാണ്. നിൻ്റെ ആ തിരുരക്തം വാർന്നൊഴുകുന്ന കരങ്ങളിലേക്ക് ഇതാ ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ? യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ കൊടുക്കാൻ പറ്റുമോ? ക്രിസ്തുവിനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, ഇത്രയും കാലം ഞാൻ വെറുതെ ജീവിച്ചു പോയി. ഞാൻ ചില ചടങ്ങുകൾ ആചരിച്ചു, ചില ആചാരങ്ങൾ ആചരിച്ചു, അല്ലാതെ ഞാൻ വാസ്തവമായൊരു പുതുജന്മം ഞാൻ പ്രാപിച്ചില്ലായിരുന്നു. നിങ്ങൾക്ക് പ്രിയനായി ഞാൻ ജീവിച്ചില്ല. വാസ്തവത്തിൽ ഞാൻ നിൻ്റെ ശത്രുവായി ജീവിച്ചു, ക്രൂശിൻ്റെ ശത്രുവായി ജീവിച്ചു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. ഇപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോസ്തലൻ ഫിലിപ്പിയിലെ ക്രിസ്ത്യാനിയോട് പറയുകയാണ്, അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു. അവരും സഭയിൽപ്പെട്ടവരാണ്, അവരും സഭയിൽ വരുന്നവരാണ്, അവരും പള്ളിയിൽ വരുന്നവരാണ്, അവർ ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ്. പക്ഷേ അവരെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാനുള്ളത്, അവർ ക്രൂശിൻ്റെ ശത്രുക്കളാണ്. ഞാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. സെൻറ്റ് പോൾ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതുന്ന ഫിലിപ്പിയ ലേഖനത്തിൽ സെൻറ്റ് പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനിപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുകയാണ്, എനിക്ക് സങ്കടം വരുന്നു, ഞാൻ കരയുകയാണ്. ഈ ജനമൊന്നും അറിയുന്നില്ലല്ലോ. നിങ്ങൾ ഫിലിപ്പിയിലെ വിശ്വാസികൾ, നിങ്ങൾ സ്നാനപ്പെട്ടവരാണ്, നിങ്ങൾ വിശ്വാസികളായി തീർന്നവരാണ്, സഭയിൽ വന്നവരാണ്. പക്ഷേ നിങ്ങൾ അനേകർ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. ക്രൂശിൻ്റെ ശത്രുക്കൾ, ക്രൂശിൻ്റെ സാക്ഷികളായി മാറണം. ഇന്ന് ക്രൂശിൻ്റെ ശത്രുവാണ്. ദൈവത്തിൻ്റെ കുരിശിൻ്റെ സന്ദേശം ആരെല്ലാം നിരസിക്കുന്നുവോ, ആരെല്ലാം തടുക്കുന്നുവോ, അവരെല്ലാം ക്രൂശിൻ്റെ ശത്രുക്കളാണ്. സുവിശേഷത്തെ ആരെല്ലാം വെറുക്കുന്നുവോ, സുവിശേഷത്തെ ആരെല്ലാം തടുക്കുന്നുവോ, നിർമ്മല സുവിശേഷം പറയുന്ന യോഗങ്ങളെ ആരെല്ലാം തടുക്കുന്നുവോ, അവരെല്ലാം ക്രൂശിൻ്റെ ശത്രുക്കളാണ്. ആരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവർ ക്രൂശിൻ്റെ ശത്രുക്കളാണ്. ഈ വചനത്തെ ധിക്കരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെല്ലാം ക്രൂശിൻ്റെ ശത്രുക്കളാണ്. പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പലപ്പോഴും നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ പിന്നെയും പറയുന്നു, ഞാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം.
നാശമാണ് അവർ വരാൻ പോകുന്നത്. കാര്യം നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ആരാധനകളും സ്തോത്രങ്ങളും ഗീതങ്ങളും എല്ലാം ഉണ്ട്. നല്ല മനോഹരമായ സത്രാകളും നല്ല പ്രമ്യൂനുകളും എല്ലാം ഉണ്ട്. നല്ല പ്രാർത്ഥനകളുണ്ട്. പക്ഷേ ഞാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നതിപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറിൻ്റെ കാര്യമേ ചിന്തയുള്ളൂ. ഭക്ഷണത്തിൻ്റെ കാര്യമേ ചിന്തയുള്ളൂ. ഈ ലോകത്തിൻ്റെ ജീവിത സുഖങ്ങളെ ചിന്തയുള്ളൂ. ജീവിത സുഖങ്ങളെക്കുറിച്ചുള്ള ചിന്തകളേ ഉള്ളൂ. അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ലജ്ജാകരമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ വലിയ അഭിമാനത്തോടെയാണ് ചെയ്യുന്നത്. ഞാനിതെല്ലാം ചെയ്തു എന്നുള്ള ഒരു ഹുങ്കോടുകൂടിയാണ് ചെയ്യുന്നത്. നോക്കൂ, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയുള്ള ചിന്തിക്കുന്നു, ഭൂമിയുള്ള കാര്യമേ ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്തോത്രം. നമുക്കൊരു പൗരത്വമുണ്ട്, അത് സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. ഈ ശരീരം രൂപാന്തരപ്പെടാനുള്ള ശരീരമാണ്. ഈ ശരീരം ഒരിക്കൽ മണ്ണിൽ നിക്ഷേപിച്ച് കഴിയും. മരണത്തിന് ശേഷം ഈ ശരീരം ഏറെ സമയം ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കുകയില്ല. എത്രയും വേഗം അത് മണ്ണിനടിയിലാക്കും. ഈ ശരീരം പുഴുവരിക്കും. ഇത് മണ്ണോട് ചേരും. ശരി. പക്ഷേ ഈ ആത്മാവുണ്ടല്ലോ, പറന്നകലും നിത്യത്തിലേക്ക് പറന്നു പോകും. ആത്മാവ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകും. സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ടോ? അവിടുത്തെ സിറ്റിസൺഷിപ്പിൻ്റെ രജിസ്റ്ററിൽ നമ്മുടെ പേരുണ്ടോ? ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ? ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. അവിടെ പേര് കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. അപ്പോൾ അവൻ തൻ്റെ സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി നമ്മെ കർത്താവ് രൂപാന്തരപ്പെടുത്താൻ പോകുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഇപ്പോൾ എന്ത് പറയുന്നു? നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചു. പ്രിയനില്ലാത്തവൻ പ്രിയനായി തീർന്നു, പ്രയോജനമില്ലാത്തവൻ പ്രയോജനമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മകൻ എന്ന അപ്പോസ്തലൻ പറയത്തക്കവണ്ണം ദൈവഭവനത്തിലെ സന്തതിയായി നീ ജനിച്ചു. ദൈവഭവനത്തിലെ സന്തതി, ദൈവരാജ്യത്തിലെ ഒരു മകൻ അല്ലെങ്കിൽ മകള്. സ്തോത്രം. എന്തൊരു പദവിയാണെന്നോ. നമ്മുടെ കൂട്ടുകാർ മാലാഖമാരായിരിക്കും, നമ്മുടെ കൂട്ടുകാർ വിശുദ്ധന്മാരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കടന്നുപോയ വിശുദ്ധന്മാർ നമ്മുടെ സഹായികളായിരിക്കും. അവർ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. സ്തോത്രം. അനേകം മാലാഖമാരെ നമുക്ക് അകമ്പടി സേവിക്കും. സ്തോത്രം. നിസ്സാര കാര്യമല്ല കേട്ടോ. ഇതൊരു മഹാപദവിയാണ്. ഈ പദവി നിങ്ങൾ കളയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പദവി നഷ്ടപ്പെടുത്തരുത്. യേശു ക്രിസ്തു, നിത്യരാജാധിരാജാവായ കർത്താവായ യേശു ക്രിസ്തു, അത് നമ്മുടെ ജീവിതത്തിൽ നാഥനായി വരുന്ന എന്തൊരു മഹാഭാഗ്യം. ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി എന്നുള്ള ബോധം കിട്ടുന്ന എന്തൊരു ഭാഗ്യം. ക്രിസ്തുവിൻ്റെ ക്രൂശില മരണത്താൽ എന്നെ അവൻ വിലയ്ക്ക് വാങ്ങി എന്നുള്ള ചിന്ത കരുതുന്ന എന്തൊരു ഭാഗ്യം. ക്രിസ്തുവിനെ സ്വന്തമാക്കി തീർത്തു എന്നുള്ളതായ ഒരു ബോധ്യം വരുന്ന എന്തൊരു ഭാഗ്യം. ഞാൻ ഇനി എൻ്റെ അല്ല, ഞാൻ യേശുവിൻ്റെയാണ്. ഇത്രയും കാലം ഞാൻ എൻ്റെ ആയിരുന്നു, ഞാൻ ഈ ഭൂമിയുടേതായിരുന്നു. ഈ ഭൂമിയിൽ മാത്രം ചിന്തിച്ചു, ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചു. അല്ല, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഞാൻ സ്വർഗത്തിലെ പൗരത്വമുള്ളവനായിത്തീരും. സ്വർഗീയ പൗരത്വം, എൻ്റെ പേര് ജീവനത്തിൽ എഴുതി ചേർത്ത് എനിക്ക് സ്വർഗീയ പൗരത്വം കിട്ടും. ഞാൻ യേശുവിൻ്റെ വകയായിത്തീരും. ഇന്നു മുതൽ യേശുവേ, ഞാൻ നിൻ്റെ വക. കർത്താവേ, കാലങ്ങൾ പാഴായിപ്പോയല്ലോ. ഇനി അങ്ങ് അസ്തമിക്കാൻ ഇനിയുണ്ട്. സൂര്യനങ്ങ് ചാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അസ്തമിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രം. ദൈവത്തിന് സ്തോത്രം. അസ്തമിക്കാറായിരിക്കുന്നു. സ്തോത്രം. കാലം തീരാറായിരിക്കുന്നു. ദൈവമേ, ദൈവത്തിന് സ്തോത്രം. സൂര്യൻ ഉദിച്ച് ഉയർന്ന് വന്ന ആ നല്ല യൗവനകാലവും സൂര്യൻ പ്രശോഭിച്ചു നിന്നിരുന്നതായ ആ നല്ല പ്രൗഢതയുള്ള കാലങ്ങളും എല്ലാം കഴിഞ്ഞുപോയി. കർത്താവേ, വാർദ്ധക്യത്തിലായി, ശരീര ക്ഷീണത്തിലായി. എന്നാൽ കർത്താവേ, ഒരു കാര്യം ഉറപ്പുണ്ട്. ഇനി എത്രയും വേഗം എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പറന്നിയെല്ലാം, അവൻ സന്നിധിയിലേക്ക് പറന്നിയെല്ലാം. സ്തോത്രം. അവൻ്റെ പാദം ചെന്ന് മൊത്താം, ആണിപ്പാടുള്ള പാദം മൊത്താം, അവൻ്റെ പാദം ചുംബിക്കാം, അവനെ തിരക്തം ചുംബിക്കാം. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പാദത്തെങ്കിൽ കെട്ടിപ്പിടിച്ച് കർത്താവേ, നീ എന്നെ സ്നേഹിച്ചല്ലോ എന്ന് പറഞ്ഞ് സ്തുതിക്കാം. ഈ പാവിയായ എന്നെ സ്നേഹിക്കാൻ നിനക്ക് തിരുമനസ്സായല്ലോ എന്ന് പറഞ്ഞ് സ്തുതിക്കാം. എന്തൊരു മഹാഭാഗ്യമാണത്. എന്തോ ഒരു വലിയ വിലപ്പെട്ട കാര്യമാണത്. അവൻ്റെ പാദപീഠത്തിൽ ചെന്ന് കവിണ്ണ് കിടന്നുകൊണ്ട് അവനെ വാഴ്ത്തിപ്പാടാം. അവനെ സ്തുതിക്കുന്ന പരിശുദ്ധന്മാരുടെ നിരയിൽ നിന്നുകൊണ്ട് അവനെ സ്തുതിക്കാം. അത്യുന്നതങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനരും പാവികളുമായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നുവെന്ന് പറയുന്നതായ മഹാഭാഗ്യം നമുക്ക് അനുഭവിക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതൊരു മഹാഭാഗ്യമല്ലേ? ആ ഭാഗ്യം നിങ്ങൾക്ക് കൈവന്നുവോ?
ഇതുവരെയും കിട്ടിയ ആ ഭാഗ്യം. നിങ്ങൾ വചനം കേൾക്കണം, വചനം ധാരാളം കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പുതിയ ജീവിതം അനുഭവിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ മഹാഭാഗ്യത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ എൻ്റെ ഏറ്റവും നല്ല സ്നേഹിതനാണെന്ന്, എൻ്റെ ഏറ്റവും പ്രിയനാണെന്ന്, എൻ്റെ സ്വന്തം യേശുവാണെന്ന്, എൻ്റെ സ്വന്തം രക്ഷകനാണെന്ന്, എൻ്റെ സ്വന്തം ജീവനാണെന്ന്, എൻ്റെ ജീവനാണെന്ന്, എൻ്റെ കൃപയുടെ ഉറവിടമാണെന്ന്, എൻ്റെ രാജാധിരാജനാണെന്ന്, എൻ്റെ ആശ്വാസദായകനാണെന്ന്, എൻ്റെ സമാധാന പ്രഭുവാണെന്ന് യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ മനസ്സുണ്ടോ? ആരെല്ലാം വിട്ടുപോയാലും പേടിക്കാനില്ല, ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും പേടിക്കാനില്ല, ആരെല്ലാം വെറുത്താലും പേടിക്കാനില്ല. യേശു എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, മറക്കരുതേ. യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. മകളെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. പ്രിയമകളെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. മകനെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയമകനെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങളെല്ലാവരും യേശുവിൻ്റെ രാജ്യത്തിലെത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ യേശു പ്രിയനാകുക. കർത്താവിൽ പുതുതായി ജന്മം അനുഭവിക്കുന്ന കർത്താവിൻ്റെ പ്രിയമകനായി തീരുക. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസനായി തീരുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവേ, നിൻ്റെ മക്കളുടെ ഹൃദയത്തോടൊപ്പം സംസാരിച്ചതിനായി സ്തോത്രം. ഈ മക്കളെല്ലാം എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് അണയ്ക്കുവാൻ തക്കവണ്ണം സത്യമായി രൂപാന്തരം പ്രാപിക്കാൻ ഈ മക്കൾക്കെല്ലാം ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.